2025 PSC പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന നമ്മുടെ 9ാമത്തെ ക്ലാസ്സും അതുപോലെ തന്നെ 2024-2025 പരീക്ഷകളിലെ ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന നമ്മുടെ ഈ സീരീസിലെ 29ാമത്തെ ക്ലാസ്സുമാണിത്. ഇതിനോടകം ചെയ്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടി എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സുകളുടെ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പതിവ് പോലെ 20 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 2 ചോദ്യ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10 ചോദ്യങ്ങൾ അടങ്ങിയ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്ത ചോദ്യങ്ങളാണിത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെയിൻ പരീക്ഷയാണ്. ഇത് 30/8/2025 നടന്ന പരീക്ഷ, അതായത് 2025 ഓഗസ്റ്റ് 30 നടത്തിയ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. രണ്ടാമത് നമ്മൾ എടുക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് 24/9/2025, അതായത് സെപ്റ്റംബർ 2025 നടത്തിയ 24 സെപ്റ്റംബർ 2025 നടത്തിയ പരീക്ഷയിലെ ഇംഗ്ലീഷ് പേപ്പർ ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഗിവൺ ഇൻ ബോൾഡ് ഇൻ ദ ഗിവൺ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് മിക്കപ്പോഴും ഇപ്പം പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നും ചോദ്യം വരാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണിത്. നോക്കുക. ഐ വിൽ നെവർ ഫോളോ യു. ഇവിടെ ഈ നെവർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? അഡ്ജക്റ്റീവായിട്ട് വരുമോ, ആഡ്വർബുമായിട്ട് വരുമോ, കൺജങ്ഷനുമായിട്ട് വരുമോ, ഇന്റർജക്ഷനുമായിട്ട് വരും? അപ്പൊ അഡ്ജക്റ്റീവ് എന്താ നമ്മൾ അറിയണം. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അർത്ഥം നാമവിശേഷണം, അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്ന നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വെർബിനെ വിശേഷിപ്പിക്കുന്ന നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇന്റർജക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ട്രോങ് ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന, ശക്തമായ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളെ നമ്മൾ ഇന്റർജക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക? നോക്കാം. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഐ വിൽ നെവർ ഫോളോ യു. ഞാൻ ഒരിക്കലും നിന്നെ ഫോളോ ചെയ്യില്ലെന്ന. അപ്പൊ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എന്താ? വിൽ ഫോളോ എന്നുള്ളതാണ്. അപ്പൊ ആ വിൽ ഫോളോ എന്ന് പറയുന്ന വെർബ്, അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നെവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും ഫോളോ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ ഒരിക്കലും എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? വെർബുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ വെർബുമായി ബന്ധപ്പെട്ടതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആഡ് വെർബ് എന്ന് വിളിക്കാം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആഡ് വെർബാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? കറക്റ്റ് ദ ഗിവൺ സെന്റൻസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ വെർബ് ഫ്രം വെർബ് ഫോം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. അതായത് തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഫോം എന്തായിട്ടാണ്? തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർബ് ഫോം നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക. ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5 who have registered for the study tour have requesting for leave since yesterday. നമുക്കറിയാം ഹാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാസ് ഓർ ഹാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ V3 ഫോമിൽ ഉപയോഗിക്കാം. ഇത് ഓൾറെഡി തെറ്റാണ്. പിന്നെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞ കാലമാണ്, ആണല്ലോ, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് തുടങ്ങി അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ കഴിഞ്ഞ കാലത്തിലെ ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ഏത് ടെൻസ് എന്ന് വിളിക്കും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വിളിക്കും. ഇവിടെ വരേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ. ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്നാണ് വേണ്ടത്. അതായത് ഇവിടെ വരേണ്ടത് ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എന്നായിരുന്നു വരേണ്ടത്. ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ നോക്കുക. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഹാവ് ബീൻ റിക്വസ്റ്റിംഗ്. ഇവിടെ സബ്ജക്റ്റ് ഓൾറെഡി ഉണ്ട്. ഏതാണ്? ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5. അപ്പൊ അത് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാസ് ഓർ ഹാവിനകത്ത് ഹാവ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അത് നമ്മൾ ഉപയോഗിച്ചു. ഇനി വരേണ്ടത് ബീൻ ആണ്. അപ്പം ബീൻ, ഹാവ് ബീൻ, ദെൻ വെർബ് പ്ലസ് ING റിക്വസ്റ്റിംഗ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ഐഡന്റിഫൈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിനകത്തെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് അങ്ങനെയുള്ള സെന്റൻസുകളിൽ മിനിമം 2 മെയിൻ ക്ലോസുകളെങ്കിലും വരണം. എന്നിട്ട് ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസും വരണം. ഇപ്പൊ അങ്ങനെ തന്നിരിക്കുന്ന ഇവിടെ നോക്കുമ്പോൾ ഐ സോ ഹെർ വെൻ ഐ വാസ് റിട്ടേണിംഗ് ഫ്രം ദ കോളേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ, ഐ സോ ഹെർ. പിന്നെ സബോർഡിനേറ്റ് ക്ലാസ് ഇത്. അതേപോലെ ബീയിങ് എ ടിമിഡ് ബോയ്
ഹി പ്രിഫേർഡ് ടു ബി സൈലന്റ് അബൌട്ട് ദ മാറ്റർ. ഇതിനകത്ത് ഒറ്റ മെയിൻ ക്ലാസ്സേ ഉള്ളൂ. ഓക്കെ, ഈ ബീങ് എ ടിമിഡ് ബോയ് എന്നൊരു ഫ്രേസ് ആണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. എന്താണ് മെയിൻ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സബ്ജക്റ്റും ടെൻസ് ഫോമുള്ള വെർബും പിന്നെ കംപ്ലീറ്റ് മീനിങ്ങും വരുന്ന, പൂർണ്ണമായ അർത്ഥവും വരുന്ന സെന്റൻസിന്റെ പാർട്ടിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അവിടെയും ഇതുപോലെ സബ്ജക്റ്റും ടെൻസ് ഫോമുള്ള വെർബും ഉണ്ടാവും, പക്ഷേ കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവില്ല. ഇവിടെ നോക്കുമ്പോൾ ഐ സോ ഹർ എന്ന് പറയുമ്പോൾ ഞാൻ അവളെ കണ്ടു. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് മീനിങ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് ഫോമുള്ള വെർബും ഉണ്ട്. എന്നാൽ വെൻ ഐ വാസ് റിട്ടേണിംഗ് ഫ്രം ദ കോളേജ് എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ട്, പക്ഷേ ഈ പാർട്ട് മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിന് കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ല. അല്ലെ, ഞാൻ കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നാണ് അർത്ഥം. അത് പൂർണ്ണമാകുന്നില്ല. ഇതും കൂടെ വരുമ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ. അല്ലെ, അപ്പൊ ഇത് സബോർഡിനേറ്റ് ക്ലാസ്. ഇവിടെ നമുക്ക് ബീങ് എ ടിമിഡ് ബോയ് എന്ന ഫ്രേസ് ആണ്. ഫ്രേസ് എന്ന് വെച്ചാൽ എന്താ, അവിടെ സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ കാണില്ല, പകരം അത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും. അവിടെ സംവാട്ട് മീനിങ്ങും ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നോക്കുമ്പോൾ സബ്ജക്റ്റിനെയോ വെർബിനെയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല, പകരം എന്തുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, ഒപ്പം അവിടെ ഒരു ചെറിയൊരു അർത്ഥമുണ്ട്, ബീയിങ് എ ടിമിഡ് ബോയ് എന്നൊരർത്ഥം ഉണ്ട്. ഇപ്പം അടുത്ത് നോക്കുമ്പോൾ ഹി പ്രിഫേർഡ് ടു ബി സൈലന്റ് അബൌട്ട് ദ മാറ്റർ എന്ന് പറയുമ്പോൾ ഹി സബ്ജക്റ്റ് ആണ്, പ്രിഫേർഡ് ടെൻസ് ഫോമുള്ള വെർബാണ്, ഇത് കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അപ്പൊ ഇത് മെയിൻ ക്ലോസ് ആണ്. ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന രണ്ടിനകത്ത് ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ. നോക്കുമ്പോൾ ഐ ഹാവ് എ സ്പെയർ നോട്ട്ബുക്ക്, ഐ ഹാവ് എ സ്പെയർ നോട്ട്ബുക്ക്, ഇതൊരു മെയിൻ ക്ലോസ് ആണ്. കാരണം എന്താ, സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് ഫോമുള്ള വെർബുണ്ട്, കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. ഐ ഡി നോട്ട് വാണ്ട് ടു ഗീവ് ഇറ്റ് ടു ഹെർ, ഇതെന്ന് പറയുമ്പോൾ ഇതും എന്താണ്, ഒരു മെയിൻ ക്ലോസ് ആണ്. അല്ലെ, ഒരു മെയിൻ ക്ലോസ് ആണ്. കാരണം ഇവിടെയും സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് ഫോമുള്ള വെർബുണ്ട്, പൂർണ്ണമായ അർത്ഥമുണ്ട്. അതിനെ എറ്റ് എന്ന് പറയുന്ന കൺജക്ഷൻ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്തും കൂടെ വേണം, നമുക്ക് ഒരു ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കൂടെ വരണം. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഏതൊക്കെ തരം സെന്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഐ സോ ഹർ വെൻ ഐ വാസ് റിട്ടേണിംഗ് ഫ്രം ദ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും വന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് വിളിക്കും. ഇവിടെ നോക്കുമ്പോൾ ബീയിങ് എ ടിമിഡ് ബോയ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രേസ്, ദെൻ ഹി പ്രിഫേർഡ് ടു ബി സൈലന്റ് അബൌട്ട് ദ മാറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് മെയിൻ ക്ലാസ്. ഒരു മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തില്ല, സബോർഡിനേറ്റ് ക്ലാസസ് ഒന്നും ഇല്ല. പകരം ഫ്രേസ് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ എന്ത് വിളിക്കാം, സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കുമ്പോൾ ഐ ഹാവ് എ സ്പെയർ നോട്ട്ബുക്ക്, ഐ ഡു നോട്ട് വാണ്ട് ടു ഗീവ് ഇറ്റ് ടു ഹർ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് മെയിൻ ക്ലോസുകളുണ്ട്, അതിനെ കൺജങ്ഷൻ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അല്ലെ, ഇപ്പൊ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളെ കൺജങ്ഷൻസ് കൊണ്ട് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, കോമ്പൗണ്ട് സെന്റൻസ് എന്ന് വിളിക്കും. ഈ കോംപ്ലക്സ് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ഞാൻ പറഞ്ഞു തന്നു, രണ്ട് മെയിൻ ക്ലോസുകളെങ്കിലും വരണം. ഇവിടെ നോക്കുമ്പോൾ മൈ ഫ്രണ്ട് കെയിം യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അല്ലെ, മൈ ഫ്രണ്ട് കെയിം യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ മൈ ഫ്രണ്ട് സബ്ജക്റ്റ് ആണല്ലോ. കെയിം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടെൻസ് ഫോമുള്ള വെർബാണല്ലോ. ഈ മൈ ഫ്രണ്ട് കെയിം യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, പൂർണ്ണമായ അർത്ഥമുണ്ട്. സോ ഇതൊരു മെയിൻ ക്ലോസ് ആണ്. ഇനി ഇവിടെ ഗേവ് മീ സം ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഈ മൈ ഫ്രണ്ട് ഇവിടെ ഓൾറെഡി സബ്ജക്റ്റ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഉണ്ട്, ടെൻസ് ഫോമുള്ള വെർബുണ്ട്, ദെൻ ഇവിടെ കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അപ്പൊ ഇതൊരു മെയിൻ ക്ലോസ്. അപ്പൊ അങ്ങനെ രണ്ട് മെയിൻ ക്ലോസുകൾ വന്നു. പിന്നെ എന്തുകൂടെ വരണം, ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും വരണം. ഇവിടെ നോക്കുമ്പോൾ ഹു വാസ് ഇൻ ദുബൈ എന്ന് പറയുമ്പോൾ ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്ക് ഇവിടെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻസ് എന്ന് പറയാൻ പറ്റുന്ന ഏതാണ്, ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, കാരണം രണ്ട് മെയിൻ ക്ലോസുകളും വരണം, ഒപ്പം ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും വരണം. അതിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടെണ്ണം ചേർന്ന് വന്നിരിക്കുന്നത് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. നോക്കുക, ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഇഫ് ക്ലോസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായ ഇഫ് ക്ലോസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇഫ് യു ഹാഡ് കം എന്ന് പറയുമ്പോൾ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വരുവാണെങ്കിൽ പിന്നെ എങ്ങനെ വരേണ്ടത്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ്, കുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇവിടെ നോക്കാം, ഇഫ് ഐ വെയർ എ ബേർഡ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ വരേണ്ടത് വുഡ് ആയിരിക്കണം വരേണ്ടിയിരുന്നത്. അപ്പൊ ഇത് തെറ്റ്. ഐ വുഡ് ഫ്ലൈ എന്നാ വരേണ്ടത്. ഇഫ് യു സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ വിൽ ഓർ ഷാൾ വരണം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എന്താ, യു വിൽ ബി പാസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു വിൽ ബി പാസ്ഡ് എന്ന് പറയത്തില്ല, യു വിൽ പാസ് എന്നേ വരാവും. അപ്പൊ അത് തെറ്റാണ്. പിന്നെ അടുത്ത ഇഫ് യു വിൽ വർക്ക് ഐ വിൽ ഹാവ് പെയ്ഡ് യു വെൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇഫ് യു സിമ്പിൾ ഫ്യൂച്ചറിലുള്ള സിമ്പിൾ ഫ്യൂച്ചറിലുള്ള ഇഫ് ക്ലാസ് നമുക്കില്ല. ഓക്കെ, അതുകൊണ്ട് തെറ്റാണ്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം,
Fill in the blanks by using the correct preposition from the options. He fought dash his life the whole day. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫൈറ്റ് അല്ലെങ്കിൽ ഫോർട്ട്. ഫൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ ഫോർട്ട്. ആ ഫൈറ്റോ ഫോർട്ടോ എന്ത് വന്നാലും അതിന്റെ കൂടെ വരേണ്ടത് എന്തായിരിക്കണം? ഫോർ ആയിരിക്കണം വരേണ്ടത്. ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ്. അല്ലേ? അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഏതെങ്കിലും ഇതിനെതിരെ, ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തികൾക്കെതിരെയോ അങ്ങനെയൊക്കെ പറയാൻ ഫൈറ്റ് അഗൻസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അതിൽ എന്തെങ്കിലും വേണ്ടി എന്നാണെങ്കിൽ ഇവിടെ അവന്റെ ജീവിതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പകരം ഫോർ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 86ാമത്തെ ചോദ്യം നോക്കുക. യൂസ് ദ അപ്രോപ്രിയറ്റ് കളക്റ്റീവ് നൗൺ ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ഗിവൺ സെന്റൻസ്. നോക്കുക. ഷീ ഫൗണ്ട് ഡാഷ് ഓഫ് ആരോസ് ഇൻസൈഡ് ദ ക്യാബിൻ. ഇവിടെ കളക്റ്റീവ് നൗൺ, ശരിയായിട്ടുള്ള കളക്റ്റീവ് നൗൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആരോസുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഏതാണ്? ക്യൂവർ ആണ്. ക്യൂവർ, ഇതാണ് കറക്റ്റ് ആൻസർ. ഈ പാക്ക് നമുക്കറിയാം. പാക്ക് ഓഫ് വൂൾസ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ലിറ്റർ ഓഫ് പപ്പീസ്. ഓക്കെ, ഇനി അടുത്തത് ഹൗ മെനി വേർഡ്സ് ഗിവൺ ബിലോ ആർ കോമ്പൗണ്ട് വേർഡ്സ്. ഈ തന്നിരിക്കുന്നതിനകത്ത് എത്ര വാക്കുകളാണ് കോമ്പൗണ്ട് വേർഡിൽ പെടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര കോമ്പൗണ്ട് വേർഡാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഐസ്ക്രീം ഒരു കോമ്പൗണ്ട് വേർഡാണ്, സെയിൽ ബോട്ട് ഒരു കോമ്പൗണ്ട് വേർഡാണ്, റെയിൻഫോൾ ഒരു കോമ്പൗണ്ട് വേർഡാണ്, ബാക്ക് യാർഡ് ഒരു കോമ്പൗണ്ട് വേർഡാണ്, ഫുട്ബോൾ ഒരു കോമ്പൗണ്ട് വേർഡാണ്, ബട്ടർഫ്ലൈ ഒരു കോമ്പൗണ്ട് വേർഡാണ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം കോമ്പൗണ്ട് വേർഡാണ്. ഇതാണ് ആൻസറായി കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ റെയിൻഫോൾ കോമ്പൗണ്ട് വേർഡായിട്ട് നിൽക്കുമ്പോൾ റെയിനും ഫോളോട് ഒരുമിച്ചേ നിൽക്കാവും. അത് ക്ലോസ് ടു കോമ്പൗണ്ട് വേർഡിൽ പെടുന്ന. പക്ഷെ ഇവിടെ സ്പേസ് വന്ന സ്ഥിതിക്ക് തെറ്റാണ്. അപ്പൊ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 5 എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ PSC എന്തിരിക്കുന്നു, ഇതിനെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഈ ആൻസറിന്റെ ഈ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തിരിക്കുക. കാരണം ഈ റെയിൻഫോൾ എന്ന് പറയുന്നതിനകത്ത് ഇടയ്ക്ക് സ്പേസ് വരാൻ പാടില്ല. ഇവിടെ ഇടയ്ക്ക് സ്പേസ് വന്നു. അപ്പൊ ഇത് നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ കോമ്പൗണ്ട് വേർഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇനി ഇവിടെ ഉള്ളത്, നിലവിലുള്ളത് 1, 2, 3, 4, 5 എണ്ണമാണ്. ഈ 5 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും ഇവിടെ സ്പേസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഓളെന്ന് എഴുതാമായിരുന്നു. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റാത്തത് കൊണ്ടും ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഈ കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 2 അതിലധികമോ വാക്കുകൾ കൂടിച്ചേർന്ന് വേറൊരു വാക്കായി മാറും, അല്ലെങ്കിൽ വേറൊരു അർത്ഥം നൽകുന്ന വാക്കായി മാറുമ്പോഴാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് വേർഡ് തന്നെ 3 തരമുണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, പിന്നെ എന്താണ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ ഇത് സ്പേസ് വരുന്നത് അതാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. തമ്മിൽ സ്പേസ് ഇല്ലാത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. ഇനി ഇടയ്ക്ക് ഹൈഫൻ വരികയാണെങ്കിൽ ഇപ്പൊ വെൽ നോൺ, WEL, പിന്നെ നോൺ, വെൽ നോൺ, അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഹൈഫൻ വരും. അപ്പൊ അതെന്തായിരിക്കും? ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഇവിടെ എന്തായാലും ഇങ്ങനെ ആൻസർ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് വരിക. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം, സ്ട്രൈക്ക് വാസ് ഡാഷ്, ഫൈൻഡ് ദ അപ്രോപ്രിയറ്റ് ഫ്രേസൽ വെർബ് ഫ്രം ദ ഫോളോയിങ് ടു ഫിൽ ദ ബ്ലാങ്ക്സ്. അപ്പം ഇവിടെ വരേണ്ട ഫ്രേസൽ വെർബ് ഏതാണെന്ന് നമ്മൾ എഴുതുക. നോക്കുക. ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ എന്താ? നിന്നു പോവുക, നിലച്ചു പോവുക, കൊളാപ്സ് എന്നൊക്കെ അർത്ഥമാണ് ബ്രേക്ക് ഡൗൺ. ഗോ ത്രൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സാമിൻ അർത്ഥത്തിൽ. ലുക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിവരം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വിവരം ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നതിന് നമ്മൾ ലുക്കപ്പ് എന്ന് പറയുന്നത്. ഈ കോൾ ഓഫ് എന്ന് വെച്ചാൽ അർത്ഥം ക്യാൻസൽ എന്നർത്ഥം. ഇപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? സ്ട്രൈക്ക് ക്യാൻസൽ ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കോൾഡ് ഓഫ് ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിങ് ഹർ ട്രെയിനിങ് പീരീഡ്. ഇപ്പൊ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? അൺപ്ലസന്റ് സിറ്റുവേഷൻ, അത്ര സന്തോഷകരമല്ലാത്ത സാഹചര്യം ആണ് അൺപ്ലസന്റ് സിറ്റുവേഷൻ. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പറയുന്ന ചോദ്യപേപ്പർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് ഫ്രം ദ ഫോളോയിങ്. അക്വിൻറ്റൻസ് എന്ന് പറയുന്ന വാക്ക് PSCയുടേതായ ചില വാക്കുകൾ സ്റ്റോക്ക് ഉണ്ട്. അക്കോമഡേഷൻ, അക്വിൻറ്റൻസ്, ബ്യൂർഷേ, ബ്യൂറോക്രസി, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ ഒക്കേഷൻ, ഇതൊക്കെ PSC പലപ്പോഴും ചോദിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളെ തിരിച്ചറിയണം. PSC ഇന്നതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെ, PSC ഇതിനോടകം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മൾ വിശകലനം ചെയ്യണം. ആ ഒരു നിങ്ങളെ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ട് എടുത്ത് സൈറ്റിൽ നിന്നൊക്കെ എടുത്തൊക്കെ ചെയ്ത് തരുമ്പം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമായിരിക്കും, പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടാൻ സാധ്യത കുറവാണ്.
അപ്പോൾ ആ എക്സ്പ്ലനേഷനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ആരംഭിച്ചിരിക്കുന്നത്. 2024-2025 ലേറ്റസ്റ്റ് ആയിട്ട് PSC നടത്തിയ പരീക്ഷകളിലെ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്ന സീരീസ് നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ 29ാമത്തെ ക്ലാസ് ആണത്. ഇതിനോടകം ചെയ്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടി താഴെ നമ്മൾ എല്ലാ ക്ലാസ്സുകളുടെയും പ്രത്യേകം ലിങ്കും ഒപ്പം തന്നെ ഇതിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഓരോ ക്ലാസ്സിലും, എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പർ ഒരു ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് സെഷൻ പോലെ തരും. അതിൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഈ ഐ വിൽ നെവർ ഫോളോ യു എന്ന് പറയുന്ന ഈ ചോദ്യം, സോറി ഇതായിരുന്നില്ല, ഇതായിരുന്നു ഈ പറയുന്ന ചോദ്യം. 85ാമത് ഹി ഫോർ ഡാഷ് ഹിസ് ലൈഫ് ഇൻ ദ ഹോൾ ഡേ എന്ന് പറയുന്നത് ഇതായിരുന്നു അത് പലരും ആൻസർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് ചെയ്യാൻ വേണ്ടി. പ്രാക്ടീസ് സെഷൻ പോലെ ഞാൻ ഈ പ്രാവശ്യവും നിങ്ങൾക്ക് ഈ ക്ലാസ്സിലും ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന അസിസ്റ്റന്റ് ഓഡിറ്റർ സെക്രട്ടേറിയറ്റ് കേരള PSC 27/9/2025 നടന്ന പരീക്ഷയിലെ പേപ്പർ ഒരു ചോദ്യമാണ്. അതെന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഈസ് ദ കളക്റ്റീവ് നൗൺ യൂസ്ഡ് ഫോർ ലയൺസ്? ലയൺസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺ ഇതിനകത്ത് ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ രണ്ടാമത്തെ ചോദ്യപേപ്പർ എടുക്കാം. ഇതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് 24/9/2025 നടന്ന പരീക്ഷ. ഈ ചോദ്യപേപ്പർ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ മൊത്തം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 10 ചോദ്യങ്ങളുണ്ടെങ്കിൽ 10 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കുക PSCയുടെ ട്രെൻഡ് അല്ലേ, അതായത് 2025 വന്നപ്പോഴത്തേക്കിന് 2025 അവസാനം അല്ലേ, അതായത് അവസാനം എന്ന് പറയുമ്പോൾ 6 മാസം കഴിയുമ്പോഴാണ് രണ്ടാം പാർട്ട് എന്ന് പറയുന്നത്. ഇത് സെപ്റ്റംബറിൽ നടന്ന പരീക്ഷയാണ്. അവസാനമൊക്കെ വന്നപ്പോഴത്തേനും PSC ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഓൾറെഡി ഇതിനോടകം തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ വരാറില്ല, ഇടയ്ക്കൊക്കെ വരും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഇത് അസിസ്റ്റന്റ് ഗ്രേഡാണ്, ജൂനിയർ അസിസ്റ്റന്റ്. ഇവിടെ 24/9/2025 നടന്ന പരീക്ഷ. അപ്പോൾ ആ പരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ നോക്കാം, ഹി അബ്ഡിക്കേറ്റഡ് ഹിസ് ത്രോൺ ഡാഷ് ഹിസ് എൽഡസ്റ്റ് സൺ. ഇവിടെ ഏതായിരിക്കും വരിക? ഫോർ ആയിരിക്കുമോ, ഇൻ റെഫറൻസ് ടു ആയിരിക്കുമോ, ഇൻ ഫേവർ ഓഫ് ആയിരിക്കുമോ, നൺ ഓഫ് ദീസ് ആണ്? ഇതിനകത്ത് ഏതാവും? മറ്റേതായിരിക്കും? ഇൻ ഫേവർ ഓഫ് ആണ് കറക്റ്റ്. അനുകൂലമായി എന്നർത്ഥത്തില് ഇൻ ഫേവർ ഓഫ് അല്ലെ, അനുകൂലമായി എന്നൊരർത്ഥമാണ് ഇൻ ഫേവർ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. സോ 3D ആണ് പറയുക. അടുത്ത ചോദ്യം, ലൊക്കേറ്റ് ദ മീനിങ്സ് ഓഫ് ദ ഇഡിയംസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അതായത് ഇവിടെ 2 ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്, അറ്റ് മൈ ഫിംഗേഴ്സ് സെൻസ് എന്നും വിത്ത് എ ഹൈ ഹാൻഡ് എന്നും. ഇത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഏതായിരിക്കും? അറ്റ് മൈ ഫിംഗേഴ്സ് സെൻസ് എന്ന് വെച്ചാൽ നോ ഇറ്റ് തറലി എന്നർത്ഥമില്ല. വിത്ത് എ ഹൈ ഹാൻഡ് എന്ന് വെച്ചാൽ ഒപ്രസീവ്ലി. ഇത് രണ്ടും കൂടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഈ പറയുന്ന രണ്ടാമത്തെ സംഭവമാണ്. അതെന്ന് വന്നിരിക്കുന്നത് എവിടെയാണ് നോക്കുമ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ് ഇൻസർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ദ ടു ഫ്രണ്ട്സ് അഗ്രി ടു ഡിഫർ ഡാഷ് ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ ഡാഷ് അബൌട്ട് ആൻ അവർ. പിന്നെ അതൊരു പ്രശ്നമുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ഒരിക്കലും ആർട്ടിക്കിൾസ്, ഇവിടെ ആക്ച്വലി ആർട്ടിക്കിൾസ് എന്നല്ലായിരുന്നു പറയുന്നത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നായിരുന്നു കൊടുക്കുന്നത്. ആർട്ടിക്കിൾസ് നമുക്കറിയാം ഏതൊക്കെയാണ്? എയും ആനും ദയുമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഈ എയോ ആനോ ദിയോ നമുക്ക് ഇവിടെ കൊടുത്ത് പറയാൻ പറ്റത്തില്ല. ഇവിടെ കറക്റ്റ് പക്ക എന്താണ് പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. അപ്പം പ്രിപ്പോസിഷൻസ് എഴുതണം എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ നോക്കാം, ടു ഫ്രണ്ട്സ് അഗ്രി ടു ഡിഫർ ആഫ്റ്റർ ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻ ഫോർ എബൌട്ട് ആൻ അവർ. അപ്പൊ ഈ ആഫ്റ്ററും ഫോർ എന്താണ്? ആക്ച്വലി ആർട്ടിക്കിൾസ് അല്ല, പ്രിപ്പോസിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ഫോർ വന്നിരിക്കുന്ന ഏതാ? ഇതാണ് കറക്റ്റ് വരിക. 4ാമത്തെ ചോദ്യം സി എന്ന് പറയുന്ന ഓപ്ഷൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി PSC ഈ പറയുന്ന ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ചലഞ്ച് ചെയ്യേണ്ട ഒരു ചോദ്യമായിരുന്നു. കാരണം ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ നമുക്ക് ഇവിടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതെ, അപ്പം ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നില്ല ഇത്, പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷെ ആരും ചലഞ്ച് ചെയ്യാത്തതുകൊണ്ട് PSC
അത് അവോയ്ഡ് ചെയ്തിട്ടില്ല. പകരം അതിൻ്റെ ആൻസർ യഥാർത്ഥത്തിൽ ആൻസർ ഇവിടെ ഉണ്ട്. ഏതാ? ആഫ്റ്ററും ഫോറും. പക്ഷെ ഞാൻ ആർട്ടിക്കിൾസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് എവിടെയെങ്കിലും കിടപ്പുണ്ടോ? അറ്റ് ഒരു ആർട്ടിക്കിൾ അല്ല, ഇൻ ആർട്ടിക്കിൾ അല്ല, ഫോർ എ ആണോ ഡി നമ്മുടെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ തരാതെ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. പക്ഷെ ആ ഒരു രീതി ശരിയല്ല, അല്ലെ? പ്രിപ്പോസിഷൻ, ആ ചോദ്യം തെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടതാണ്. PSC അത് അവോയ്ഡ് ചെയ്യേണ്ടതും ആയിരുന്നു. ഇനി അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ബിലോ. അക്വേസ് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ഏതാണ്? അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആയി വരിക? നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ്. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. അർത്ഥം അലോ അല്ലെങ്കിൽ പെർമിറ്റ് എന്നൊക്കെ, സമ്മതിക്കുക, അനുവദിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തായി വന്നിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം, സെലക്ട് ദ ആന്റണിം ഓഫ് സ്റ്റബോൺ. സ്റ്റബോൺ എന്ന് പറയുന്ന വാക്കിന്റെ എന്താണ് ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റബോൺ എന്ന് വെച്ചാൽ എന്താ? നിഷേധാത്മകമായിട്ടുള്ള, നിഷേധി എന്നൊക്കെ അർത്ഥമില്ല സ്റ്റബോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കണം? നിഷേധമല്ലാത്ത, ഒബീഡിയന്റ് നിൽക്കുന്ന ഒരു അർത്ഥമാണ് വരുന്നത്. അതാണ് ബിഡബിൾ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ, രണ്ടാമത്തെ. അപ്പം സി എന്ന് പറയുന്ന ഓപ്ഷൻ. എന്നാൽ സ്റ്റബോണിന്റെ സിനോണിംസ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ടെനാഷ്യസും ഇൻട്രാൻസിറ്റന്റും. രണ്ടിന്റെ അർത്ഥം സ്റ്റബോണിന്റെ അതേ അർത്ഥം തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക, ഐഡന്റിഫൈ ദി സിനോണിം ഓഫ് കൺസാൻഗ്യുനസ്. കൺസാൻഗ്യുനസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഓഫ് ദ സെയിം ബ്ലഡ് ഓർ ഒറിജിൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് മൂന്നാമത്തത് വന്നിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പകർച്ചവ്യാധി. ഓക്കെ, അൺറെസ്പോൺസീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്പോൺസീവ്നെസ് അല്ലാത്തത്, പ്രതികരണം ഇല്ലാത്തത്. അതാണ് അൺറെസ്പോൺസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഗോസ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ബീങ്സ്. അത് പ്രേതങ്ങളെയോ അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബീങ്സിനെ കുറിച്ച് അമിതമായ പേടികളെ നമുക്ക് എന്ത് വിളിക്കാം? ഫാസ്മോഫോബിയ എന്ന് വിളിക്കും. ഫാസ്മോഫോബിയ മൂന്നാമത്തത്. അപ്പം മൂന്നാമതാണ് വന്നിരിക്കുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി ടോമോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ടോമോഫോബിയ സർജറിയെ കുറിച്ചുള്ള ഭയം. സർജറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെഡിക്കൽ ഇന്റർവെൻഷനെ കുറിച്ചുള്ള തീവ്രമായ ഭയത്തെയാണ് നമ്മൾ ടോമോഫോബിയ എന്ന് പറയുന്നത്. ഒഫിയോഫോബിയ നമുക്കറിയാം, എന്താണ്? സ്നേക്സിനെ കുറിച്ചുള്ള ഭയം. ഇനി നൈക്ടോഫോബിയ എന്ന് പറയുമ്പോൾ ഡാർക്ക്നെസ്, ഇരുട്ടിനെയോ അല്ലെങ്കിൽ രാത്രിയെ കുറിച്ചുള്ള ഭയത്തിനെ നമ്മൾ നൈക്ടോഫോബിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഹി എൻക്വയർഡ് വെദർ ഹിസ് നെയിം വാസ് നോട്ട് അഹമ്മദ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ ഡയറക്റ്റ് സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. സാധാരണ ഇങ്ങനെ ഡയറക്റ്റ് സ്പീച്ച് എന്നിട്ട് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാണ്. പക്ഷെ ഇവിടെ റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് റിപ്പോർട്ടർ സ്പീച്ച് എന്നിട്ട് അതിന്റെ ഡയറക്റ്റ് സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോന്നിനെയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ ആൻസർ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ഹി സെഡ് ഈസ് യുവർ നെയിം അഹമ്മദ് എന്നുള്ളത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ഹി എൻക്വയർഡ് വെദർ ഹിസ് നെയിം വാസ് അഹമ്മദ് എന്ന് വരും. അപ്പോൾ ഇവിടെ നോട്ട് വന്നു. അപ്പൊ ഇതല്ല. ഇനി അടുത്തത്, ഹി സെഡ് ടു ഹിം ആർ യു അഹമ്മദ്. ഹി എൻക്വയർഡ് വെദർ ഹി വാസ് അഹമ്മദ്. ഇവിടെ ഹിസ് നെയിം എന്ന് വന്നിരിക്കുന്നത് ഹി വാസ് എന്ന് പറയണമായിരുന്നു. അപ്പൊ ഇതുമല്ല. ഇനി അടുത്തത്, ഹി എൻക്വയർഡ് വെദർ ഹിസ് നെയിം, അല്ലെ? യുവർ നെയിം എന്നുള്ള ഹിസ് നെയിം ആവും. ഹിസ് നെയിം പിന്നെ വാസ് നോട്ട് അഹമ്മദ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഈ പറയുന്നതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലേക്ക് ആൻസർ കിട്ടുക. അപ്പൊ മൂന്നാമത്തെ പറയുമ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? കറക്റ്റ് വെർബ് ഫോം. അതായത് ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. നോക്കുക, ദ ഗൈഡൻസ് ആസ് വെൽ എസ് ദ ലവ് ഓഫ് എ മദർ ഡാഷ് വാണ്ടിങ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ദ ഗൈഡൻസ് ആസ് വെൽ എസ് ദ ലവ് ഓഫ് എ മദർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആസ് വെൽ എസ് വെച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്നതായിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പൊ ദ ഗൈഡൻസ് ആണ്. ദ ഗൈഡൻസ് എന്ന് എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? വാസും ആസുമാണ്. ഇതിനകത്ത് ഏത് വരും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വാണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താ? ലാക്കിങ് എന്നൊരു അർത്ഥമാണ്, അല്ലേ?
അപ്പം ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് എ മദർ, ഒരു അമ്മയുടെ സ്നേഹവും അതുപോലെ തന്നെ ഒരു ഗൈഡൻസും ലാക്കിംഗ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആയിരുന്നു എന്ന അർത്ഥം വരുന്ന ഏതാ? വാസിനാണ്. ഇവിടെ വാസ് ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഹാസ് വന്നാൽ ശരിയാകത്തില്ല. ഹാസിന് ഉണ്ട് എന്നൊരർത്ഥമാണ് വരിക. അപ്പൊ ഇവിടെ വാസ് ആയിരുന്നു എന്നൊരർത്ഥം വരണമെങ്കിൽ വാസ് ആണ് വരേണ്ടത്. അപ്പൊ ഒന്നാമത്തേതാണ് ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഓൺലി ഐ വെയർ യങ് അഗെയിൻ, ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻസ് ആണ്. ഇത് നമ്മൾ ഇതിനെ അസർട്ടീവ് സെൻസിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ ഇതെങ്ങനെയായിരിക്കും വരിക? ഈ ഒരു ചോദ്യപേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെ? തീർച്ചയായിട്ടും ഇത് നമ്മളെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യം തന്നെയാണ്. അതിന്റെ കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത് അങ്ങനൊരു ചോദ്യത്തിലാണ്. ഈ ചോദ്യപേപ്പറിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം അവസാനിപ്പിച്ചിരിക്കുന്നതും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഇതാണ്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇത് ആക്ച്വലി എന്താണ്? ഇതിന് സെന്റൻസ് കൺവേർഷൻ ആണ്. അതായത് ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്, അതിനെ എന്താക്കണം? അസർട്ടീവ് സെന്റൻസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ഹൗവിൽ തുടങ്ങുന്നത്, ഒന്ന് വാട്ടിൽ തുടങ്ങുന്നത്, പിന്നെ ഈ പറയുന്ന ഒരു ഇന്റർജെക്ഷൻസിൽ തുടങ്ങുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇഫ് ഓൺലി നമ്മൾ തുടങ്ങിയാണ് ഐ വെയർ യങ് അഗെയിൻ. അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ നമ്മുടെ ആഗ്രഹത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും ആകണം, ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയാം. ഐ വിഷ് ഐ വെയർ യങ് അഗെയിൻ. ഇഫ് ഓൺലി കൊണ്ട് ഉദ്ദേശിച്ചത് ഐ വിഷ് എന്നാണ്. ഇഫ് ഓൺലിക്ക് പകരമായിട്ട് നമുക്ക് ഐ വിഷ് ഉപയോഗിക്കാം, അല്ലെ? ഐ വിഷ് ഐ വെയർ യങ് അഗെയിൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ എന്താക്കണം? നമ്മൾ ഒരു അസർട്ടീവ് സെന്റൻസിലേക്ക് മാറ്റണം. അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ്. ഇതാണ് അസർട്ടീവ് സെന്റൻസ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം മനസ്സിൽ. അപ്പൊ ഈ രീതിയിൽ വന്നിരിക്കുന്ന ഇവിടെ ഏത് എന്ന് നോക്കിയാൽ മതി. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ബാലൻസ്. ഇവിടെ നോക്കുമ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, പ്ലസ് വെർബ് ഉണ്ട്, ദെൻ ബാലൻസ് എന്ന് പറയുമ്പോൾ ടു ബി യങ് അഗെയിൻ. ഇത് നമുക്ക് പരിഗണിക്കാം. ഇനി ഇവിടെ നോക്കുമ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, പിന്നെ ഒരു സബ്ജക്റ്റ് കയറി വന്നു. ഇത് തെറ്റാണ്. ഇതെന്ന് പറയുന്നത് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഉദ്ദേശിക്കുന്നത്, മീനിങ് ആണ്. ഇഫ് ഓൺലി ഐ വെയർ യങ് അഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ മീനിങ് ആയിട്ട് വേണമെങ്കിൽ ഇത് പരിഗണിക്കാം. ഐ വിഷ് ഐ വെയർ യങ് അഗെയിൻ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, പക്ഷെ ഇവിടെ വേറൊരു സബ്ജക്റ്റും വെർബും ഉണ്ട്. അപ്പൊ ഇതും പറ്റും. എന്നാൽ സബ്ജക്റ്റ് വെർബ് പ്ലസ് ബാലൻസ് എന്ന് പറയുന്ന അസർട്ടീവ് സെൻസിന്റെ അതേ സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന ഏതാണ്? ആദ്യത്താണ് ഐ വാണ്ട് ടു ബി യങ് അഗെയിൻ. കാരണം ഐ സബ്ജക്റ്റ്, വാണ്ട് വെർബ്, ടു ബി യങ് അഗെയിൻ എന്ന് പറയുന്ന ഇവിടുത്തെ ബാലൻസ് ആണ്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ ഒന്നാമത്തായി വന്നിരിക്കുന്നതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ 20 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. 2 ചോദ്യപേപ്പറിലൂടെ നമ്മൾ എല്ലാ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ തരും. ഈ ക്ലാസ്സിൽ ഞാൻ തരുന്നത് നമ്മൾ ഇനി അടുത്തതായി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന അസിസ്റ്റന്റ് ഓഡിറ്റർ സെക്രട്ടേറിയറ്റ് കേരള PSC എന്ന് പറയുന്ന ആ പരീക്ഷ. അത് 27/9/2025 നടന്ന പരീക്ഷയാണ്. അപ്പൊ അതിലെ ഒരു ചോദ്യമാണ് തരുന്നത്. ആ ചോദ്യമാണിത്. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഇതിനോടകം ചെയ്ത എല്ലാ ക്ലാസ്സുകളും, ഈ പറയുന്ന സീരീസിലെ എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഈ പറയുന്ന ക്ലാസ്സുകളുടെ പ്രത്യേകം ലിങ്കും അതുപോലെ തന്നെ പ്ലേലിസ്റ്റിന് ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.